ഞങ്ങൾ പൊരുതിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നേടിയിട്ടുമുണ്ട്. സംവരണത്തിന്റെ വിഷയമാകട്ടെ, അതല്ലെങ്കിൽ അറബി ഭാഷയുടെ വിഷയമാകട്ടെ, അതല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അത് സമുദായം അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. ഈ വേദിയിലും ഈ സദസ്സിലുമൊക്കെ ഞങ്ങൾ എല്ലാവരുമുണ്ട്. അവർക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് സുന്നിയെയും മുജാഹിദിനെയും ഈ കൊടിയുടെ ചുവട്ടിൽ നിന്ന് വേർതിരിച്ചടുക്കാനാവാത്തവണ്ണം ഒരു ഉമ്മത്താണ്. നിന്റെ ഈ വിഷമുണ്ടല്ലോ, തുപ്പല് തെറിച്ചാൽ പോലും മരിച്ചു പോകുന്ന വിഷമുള്ള ഈ ജന്തുക്കളുണ്ടല്ലോ, അവരുടെ ഈ വിഷം കൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ നിങ്ങൾക്ക് തകർക്കാനാവില്ല. അതിനാണ് ഈ സയ്യിദ്മാർ നിൽക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ, അവരെ തകർക്കാൻ നിങ്ങൾക്കാവില്ല. എന്തേ അങ്ങ് തെക്കിൽ കാണുന്ന പോലെ ഈഴവന്മാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലില്ല? മുസ്ലിങ്ങളെ തകർക്കാൻ അവന്റെ ഇസ്സത്ത് മാത്രം തകർത്താൽ മതി. വളരെ ആസൂത്രിതമായി അത് നടക്കുന്നു. സ്നേഹമുള്ളവരെ, CPM-ൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ, SFI-ലും DYFI-ലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിലരൊക്കെ ചിരിക്കുകയാണ്. ഓ, ലീഗിന് ക്ഷീണായി പോയി. ലീഗിന്റെ ആഫീസിന്റെ പരിസരത്ത് നിന്നല്ല അവർ പോകുന്നത്, അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. മുസ്ലിം കുട്ടികളെ, പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരെ തെരുവിൽ നൃത്തം ചവിട്ടിച്ച് സമുദായത്തെ വെല്ലുവിളിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ എത്ര തന്നെ പുരോഗമനമില്ലാത്തവരായി ഞങ്ങളെ മുദ്ര കുത്തിയാലും ആക്ഷേപമില്ല. ഈ ദീന് വിട്ടു കളിക്കാൻ ഞങ്ങളെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മതമല്ല വ്രതം എന്നാ കേട്ടോ. ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതാവല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഭരണമാണല്ലോ, ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. കേരളം പോലെ ഒരു സമുദായം ചോര ചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അത് അവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടമാവണം.